നമസ്കാരം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു ആരോഗ്യ പ്രശ്നമാണ് അമിതഭാരം അഥവാ ഒബേസിറ്റി. നമ്മൾ ഏത് അസുഖത്തിന് ഡോക്ടറെ കാണിച്ചാലും, ഇപ്പം യൂറിക് ആസിഡ് ആയിക്കോട്ടെ, ആസ്മ ആയിക്കോട്ടെ, മുട്ടുവേദന ആയിക്കോട്ടെ, ഇത്തിരി വെയിറ്റ് കൂടുതലുള്ള ആളാണെങ്കിൽ ഡോക്ടർ ആദ്യം പറയുന്ന കാര്യം നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ മെഡിസിൻ തന്നെ ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത്രമാത്രം ആരോഗ്യ പ്രശ്നങ്ങൾ അമിതഭാരം കാരണം ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല, ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളിൽ പോലും ഡയബറ്റീസ് ഒക്കെ കണ്ടുവരുന്നതിൻ്റെ 12-13 വയസ്സുള്ള കുട്ടികളിലൊക്കെ ഡയബറ്റീസ് കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അമിതഭാരമാണ്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയധികം അമിതഭാരം കാണുന്നത്? എന്തൊക്കെയാണ് അമിതഭാരം കാരണമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സാറിനോട് ചോദിക്കാം. അപ്പോൾ സാർ, ഇപ്പോൾ ഒരുപാട് പേരിൽ ഇപ്പോൾ അമിതഭാരം ഒബേസിറ്റി കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്രയധികം ആളുകളിൽ ഒബേസിറ്റി കാണുന്നത്? അതുപോലെ എന്തൊക്കെയാണ് ഒബേസിറ്റി കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ? ഒബീസിറ്റി കാരണം ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളല്ല, ഒബീസിറ്റി തന്നെ ഒരു ആരോഗ്യ പ്രശ്നമാണ്. ആക്ച്വലി 1997 തന്നെ WHO ഒബീസിറ്റിയെ ഒരു അസുഖമായി കൺസിഡർ ചെയ്തിട്ടുണ്ട്, ഒരു ക്രോണിക് ഇൽനെസ് ആയിട്ടാണ് കണ്ടത്. പക്ഷേ നമ്മുടെ സമൂഹം ഇന്നും അതൊരു കോസ്മെറ്റിക് റീസൺ, ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമായിട്ടാണ് കാണുന്നത്. ആക്ച്വലി നമ്മൾ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഈ അമിതവണ്ണം എന്നത് മദർ ഓഫ് ഓൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നാണ് പറയുക. അതെന്താ അങ്ങനെ പറയാൻ കാരണം അത് പ്രമേഹം ഉണ്ടാക്കുന്നു, അത് പ്രഷർ ഉണ്ടാക്കുന്നു, അത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നു, ഇന്ന് നമ്മൾ ഏറ്റവും പലപ്പോഴും ഡിസ്കഷനിൽ വരുന്ന ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നു. അതുപോലെ ഇത് കാരണമുള്ള മറ്റ് കോംപ്ലിക്കേഷൻ, കാർഡിയാക് ഇഷ്യൂസ്, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ സ്ട്രോക്ക്, അതിനേക്കാൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്, ഒരു പ്രായമായ സ്ത്രീകൾക്ക് സ്ഥിരമായിട്ടുള്ള മുട്ടുവേദനകൾ, സന്ധിവേദനകൾ, ഫൈബ്രോമയാലജി പോലത്തെ അസുഖങ്ങൾ, ഇതുപോലുള്ള എല്ലാ നോൺ കമ്മ്യൂണിക്കബിളായിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളുടെയും അടിസ്ഥാന കാരണമായി മാറിയിരിക്കുകയാണ് ഇന്നത്തെ ജനറേഷൻ. ഇനി അങ്ങോട്ടുള്ള ജനറേഷനിലും അങ്ങനെ തന്നെയായിരിക്കും അമിതവണ്ണം അല്ലെ പൊണ്ണത്തരിയെന്ന്. സോ ഈ അമിതവണ്ണത്തിന് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അമിതവണ്ണം തന്നെ ഒരു ആരോഗ്യ പ്രശ്നമായിട്ട് കാണുന്ന ഒരു സാഹചര്യം നമ്മുടെ സമൂഹം അംഗീകരിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതിന് ശരിയായ രൂപത്തിൽ ഞങ്ങൾ ചികിത്സിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇന്ന് നിങ്ങൾ മുന്നേ പറഞ്ഞ പോലെ കുട്ടികളിൽ വരെ, ചെറിയ കുട്ടികളുടെ 10-15 വർഷങ്ങൾക്ക് വയസ്സുള്ള കുട്ടികൾക്ക് വരെ അമിതമായ വണ്ണവും, അത് കാരണം 18 വയസ്സാകുമ്പോഴേക്ക് തന്നെ അല്ലെങ്കിൽ 15 വയസ്സാകുമ്പോഴേക്ക് തന്നെ പ്രമേഹമൊക്കെ വരുന്ന അല്ലെങ്കിൽ BP വരുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ നമ്മുടെ ഒബേസിറ്റിനെ ഒരു അസുഖമായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. അപ്പം നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന കുറേ പേഷ്യൻസിന് നമ്മൾ ഡയറ്റും എക്സസൈസും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതിൽ ചെറിയ ശതമാനം ആൾക്കാർക്കെങ്കിലും ഈ ഡയറ്റും എക്സസൈസും കാരണം, ഇപ്പോൾ മുട്ടുവേദനയൊക്കെയുള്ള ആൾക്കാർക്ക് എക്സസൈസൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡയറ്റും എക്സസൈസും കാരണം കൊണ്ട് മാത്രം വെയിറ്റ് കുറക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? ആക്ച്വലി നിങ്ങൾ ഡയറ്റീഷ്യനായതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. അതായത് ഒരുപാട് നമ്മൾ ഡയറ്റും എക്സസൈസും കാര്യങ്ങളും പേഷ്യൻസിന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴും ഒരു നല്ലൊരു ശതമാനം ആൾക്കാരിലും ചിലപ്പം അത് പ്രാവർത്തികമാവാറില്ല, വെയിറ്റ് കുറയാറില്ല, അല്ലെങ്കിൽ ഒരു ഉദ്ദേശിച്ച വെയിറ്റ് കുറയാറില്ല. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 1-2 കിലോ മാത്രം കുറഞ്ഞ് ഞാൻ വെയിറ്റ് കുറഞ്ഞു എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മളൊരു ഉദ്ദേശിച്ചൊരു വെയിറ്റ് കുറവ് കിട്ടുന്നില്ല. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ ഉദാഹരണത്തിന് നമ്മൾ വെയിറ്റ് കുറക്കാൻ ശ്രമിക്കുമ്പോൾ എന്താ സംഭവിക്കും? ഉദാഹരണം, നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നു, ഡയറ്റ് നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കുറക്കുന്നു. ആ സമയം നമ്മൾ ബ്രെയിൻ ചെയ്യുന്നൊരു പണിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ചില ഹോർമോൺസ് അങ്ങോട്ട് റിലീസ് ചെയ്യും. എന്തിനു വേണ്ടി? നമ്മൾ ഇത്രയും നാളുണ്ടായിരുന്ന വെയിറ്റിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടി ബോഡി ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതായത് വേറൊരു ഭാഷ പറഞ്ഞാൽ വിശപ്പ് ഉണ്ടാക്കിത്തരും, ഹങ്കർ ഉണ്ടാക്കിത്തരും. ഈ ഹങ്കർ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കും. രണ്ടാമത്തത്, പ്രത്യേകിച്ച് അമിതവണ്ണമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മെറ്റബോളിക് എഫക്ട്സ് അവിടെ കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അതുപോലെ ഹൈപ്പർ ഇൻസുലിൻ, ഇൻസുലിൻ ലെവൽ ബോഡിയിൽ കൂടുതലായിരിക്കും. അതുപോലെ ഈ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുക, വെയിറ്റ് കുറയാനുള്ള നമ്മൾ ഇത്തരം ഡയറ്റിലും എക്സസൈസിലും ശ്രദ്ധിക്കുമ്പോഴും വെയിറ്റ് കുറയാതിരിക്കാൻ സാഹചര്യം ഉണ്ടാകും. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുക, മുട്ടുവേദന, പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, ചെറിയ പ്രായത്തിന് അല്ലെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുട്ടുവേദന കൊണ്ടും ബോഡി പെയിൻ കാരണം നടക്കാൻ എക്സസൈസും നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നില്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, നമ്മൾ എത്ര തന്നെ ഡയറ്റും എക്സസൈസും ക്ലിനിക്കുകളിൽ നിന്ന് സംസാരിച്ച് കഴിഞ്ഞാലും വീട്ടിലെത്തുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുക, ഭക്ഷണ രീതിയിലും വ്യായാമത്തിലൊക്കെ വ്യത്യാസം വരുത്തുന്ന ഒരു ജനത അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം വെയിറ്റ് കുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ ഈ 3 ഫാക്ടറിൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ഒരു ഫാക്ടറും കൂടി, അതേതാണ് ഫാക്ടർ? ഡെഡിക്കേഷൻ. എനിക്ക് വെയിറ്റ് കുറയണം. ഈ 100% ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ മതി നമ്മുടെ ഡയറ്റ് എക്സസൈസ് കൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന ഫാക്ടേഴ്സിനെ ഓവർകം ചെയ്തിട്ട് വെയിറ്റ് കുറക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഡെഡിക്കേഷൻ നമ്മൾ പൂർണ്ണമായും കുറച്ച് ശതമാനം ആൾക്കാരിലേ എത്തുന്നുള്ളൂ. പലപ്പോഴും അവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതൊരു മെഡിക്കൽ ഇൽനെസ്സാന്ന് കാണാത്തിടത്തോളം അത് ചിന്തിക്കേണ്ടി വരുന്നില്ല. പലപ്പോഴും നമ്മൾ വെയിറ്റ് കുറക്കാൻ വേണ്ടി നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവർ ശ്രദ്ധിക്കുന്ന എന്തിനാണ്? അവരെ ബോഡി കോസ്മെറ്റിക് റീസൺസിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് ഇതെൻ്റെ ഒരു ആരോഗ്യ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി ആ ഒരു ഡെഡിക്കേഷൻ വരുമ്പോൾ മാത്രമേ
എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ഡയറ്റും എക്സസൈസും ഫലപ്രദമാവുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ നേരത്തെ ചോദിച്ചത് എന്താണ് ചെയ്യുക എന്നുള്ളത്. അതിന് ഇപ്പോഴും ഒരുപാട് മെഡിസിൻസ് അവൈലബിളായി വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് സാർ ആ മെഡിസിൻസ്? അതായത് ഒബീസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെഡിസിൻസ് ഒരു പുതിയ ടോപ്പിക്കിലേക്കാണ് വരുന്നത്. കാരണം നമ്മൾ ഒബീസിറ്റിൻ്റെ മെഡിസിൻസ് അല്ലെങ്കിൽ അമിതവണ്ണത്തിൻ്റെ മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ അത് പുതിയ സംഭവമൊന്നുമല്ല. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഒരുപാട് മോളിക്യൂൾസ് നമുക്ക് ഉണ്ടായിരുന്നു. ഓർലിസ്റ്റാറ്റ്, റിമോണബാൻഡ് എന്നൊക്കെ പറഞ്ഞ മെഡിസിൻസ് ഉണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ എക്സസൈസിനെ കുറിച്ചും ഡയറ്റിനെ കുറിച്ചും പറഞ്ഞ പോലെയായിരുന്നു. ഒരു ഉദ്ദേശിച്ചൊരു ഫലം കിട്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട്, ഒരു വർഷമല്ല, ഇപ്പോൾ US-ലും അതുപോലെ മിഡിൽ ഈസ്റ്റിലൊക്കെ 4-5 വർഷമായിട്ട് തന്നെയുള്ള മോളിക്യൂളാണ് നമ്മൾ ഈ ടെർസിപ്പെറ്റൈഡ്, സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറയുന്ന മോളിക്യൂൾസ്. അത് ശരിക്കും ഒരു മിറാക്കുലസ് ചേഞ്ചസ് അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു ഒബീസിറ്റിയിൽ ചേഞ്ചസ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതാണ്ട് സുമാർ 6 മാസം അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് 25% വരെ വെയിറ്റ് കുറയുന്നൊരവസ്ഥ ഈ മെഡിസിൻസ് കാരണം ഉണ്ടായിട്ടുണ്ട്. ബേസിക്കലി എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻസ് ആക്ട് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലേക്കാണ്. അതായത് ഒരു ലൈക്ക് 2 റിസപ്റ്റേഴ്സിലാണ് ഇത് ആക്ട് ചെയ്യുന്നത്. ഒന്ന് GLP-1, GIP എന്ന് പറയുന്ന റിസപ്റ്റേഴ്സിൽ. എന്താണ് ഈ റിസപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത? അതിലൊന്ന് കിടക്കുന്നത് നമ്മളെ സെറ്റൈറ്റി സെൻറ്ററിനെയാണ്, അതായത് ഹങ്കർ ഉണ്ടാക്കുന്നത്, നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്ന സൈറ്റിൽ. നമ്മളൊരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വിശപ്പില്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടി വരുന്നില്ല. പിന്നെ രണ്ടാമത് ഈ മരുന്നുകൾ ആക്ട് ചെയ്യുന്ന എവിടെയാണ്? വയറുകളിലാണ്. ഈ റിസപ്റ്റേഴ്സിലാണ്, വയറിലുള്ള റിസപ്റ്റേഴ്സ്. എന്തെങ്ങനെയാണ് ഇത് ആക്ട് ചെയ്യുന്നത്? അത് ആക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് ദഹിക്കില്ല. കഴിച്ച ഭക്ഷണം അവിടെ തന്നെ എന്ത് ചെയ്യും? ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഡിലേ ആക്കിയിട്ട് അവിടെ തന്നെ കിടക്കും. അപ്പോൾ കൂടുതൽ കഴിക്കേണ്ടി വരില്ല. കൂടുതൽ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെതായ അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതുപോലെ തന്നെ മൂന്നാമത് എന്ത് ചെയ്യാൻ നമ്മൾ ഈ ഹോർമോണൽ ചേഞ്ചസ്, ഫാറ്റ് ബേൺ കൂട്ടും. അതായത് നമ്മുടെ ബോഡി, അതായത് ഫാറ്റ് ബോഡി വെയിറ്റ് കുറച്ചു. അതുപോലെ എന്ത് ചെയ്യും? മെറ്റബോളിക്സ് എഫക്റ്റും എന്ത് ചെയ്യുക? കുറക്കുന്നു. അപ്പോൾ ഈ എല്ലാ ഫാക്ടേഴ്സും അഡ്രസ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിസിൻസ് നമ്മൾ ഈ പറഞ്ഞ ടെർസിപ്പെറ്റൈഡ് അല്ലെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് എന്നൊക്കെ പറഞ്ഞ ഇഞ്ചക്റ്റബിൾസ് ആണ്. മുമ്പ് ടാബ്ലറ്റ് രൂപത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അത് അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. ഇന്ന് ഇഞ്ചക്റ്റബിൾ രൂപത്തിൽ വന്നതോടുകൂടി എന്ത് ചെയ്യുക? അത് ഒരു നല്ല രൂപത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ 15-20 കിലോ വരെ വെയിറ്റ് കുറയുന്ന, അല്ലെങ്കിൽ 25% വരെ വെയിറ്റ് കുറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല ഈ പറയുന്ന ഫാറ്റി ലിവർ, അതുപോലെ മുട്ടുവേദന, തേയ്മാനങ്ങൾ, അതുപോലെ എന്ത് ചെയ്യുന്ന നമ്മൾ ഈവൻ ഡയബറ്റീസ് റിവേഴ്സൽ വരെ, അതായത് ആക്ച്വലി ഈ മെഡിസിൻസ് നമ്മൾ ഈ പറയുന്ന ടെർസിപ്പെറ്റൈഡ് അല്ലെങ്കിൽ സെമാഗ്ലൂട്ടൈഡ് ഇതൊക്കെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഒരു പ്രമേഹത്തിൻ്റെ മരുന്നായിട്ടായിരുന്നു. പിന്നീട് അത് മനസ്സിലായി ഇതിന് വെയിറ്റ് റിഡക്ഷൻ ഭയങ്കരമായ റോളുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ആക്ച്വലി ഇതൊരു ഡയബറ്റീസ് മെഡിസിനാണ്. അതുകൊണ്ട് തന്നെ ഈ മെഡിസിൻസ് യൂസ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. നമുക്ക് നമ്മളെ ക്ലിനിക്കിൽ ഒരുപാട് പേഷ്യൻസ് യൂസ് ചെയ്യുന്ന പേഷ്യൻസ് ഉണ്ട്. പലപ്പോഴും എന്ത് ചെയ്യാൻ നല്ല മെഡിസിൻസ് വളരെ മിനിമൈസ് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട്. ഫാറ്റി ലിവർ റിവേഴ്സായ ആൾക്കാരുണ്ട്, ട്രൈഗ്ലിസറൈഡ് പൂർണ്ണമായിട്ടും കുറഞ്ഞ ആൾക്കാരുണ്ട്, ജോയിൻറ്റ് പെയിൻസ്. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ഈ അമിതവണ്ണം കാരണം, കൂർക്കം വലി കാരണം, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കൂർക്കം വലി കാരണം രാവിലെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിഡൻ്റായ പയ്യനെക്കുറിച്ച് നോക്കുന്ന ഒരു 25 വയസ്സുള്ള അവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വെയിറ്റ് കുറഞ്ഞ് അങ്ങനത്തെ ഇഷ്യൂസേ ഇല്ല. ഇപ്പോൾ അവന് CPAP എന്ന് പറഞ്ഞ ഉപയോഗിക്കേണ്ടത് തന്നെ വരുന്നില്ല. അപ്പോൾ ഇതുപോലത്തെ ബെനിഫിറ്റ്സ് ഒരുപാട്, അതർ ദാൻ ഡയബറ്റീസ്, ഒബീസിറ്റി എന്നുള്ളത് ബെനിഫിറ്റ്സ് കിട്ടിയ ഒരു മെഡിസിനും കൂടിയാണ് ഈ പറയുന്ന മോളിക്യൂൾസ്. സാറ് പറഞ്ഞ പോലെ ഇപ്പം ഒരുപാട് ആൾക്കാർക്ക് വെയിറ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാവർക്കും ഈ മെഡിസിൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഈ മെഡിസിൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ആർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും? എത്ര കാലം യൂസ് ചെയ്യേണ്ടി വരും? അല്ല, അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്ന് പറഞ്ഞാലും ഇന്നിപ്പം നമ്മൾ ഇന്ത്യയിൽ ഇത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത് വന്നിട്ട് ഏതാണ്ട് ഒരു വർഷത്തിൻ്റെ അടുത്ത് ആവുന്നുള്ളൂ. ഇപ്പം തന്നെ ഏതാണ്ട് 20,000-ൻ്റെ അടുത്ത ആൾക്കാർ മൊത്തം കേരളത്തിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങേണ്ട ഒരു മെഡിസിൻ അല്ല. കാരണം പലരും അതൊരു കോസ്മെറ്റിക് റീസൺസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ ഇതിന് പ്രോപ്പറായിട്ട് നമ്മൾ പ്രീ ഇവാലുവേറ്റ് ചെയ്ത് അവരുടെ ഡയബറ്റിസ് സ്റ്റാറ്റസ്, അതർ ഹെൽത്ത് സ്റ്റാറ്റസ് മൊത്തം ഇവാലുവേറ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ഇഞ്ചക്റ്റബിൾസ് ആണ്. സാധാരണ ഒന്നുമില്ല, ഇഞ്ചക്റ്റബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇൻസുലിനില്ലേ, ഇൻസുലിൻ 2-3 നേരം ഉപയോഗിക്കുന്ന ഇൻസുലിൻ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് വീക്കിലി ഒരു ദിവസം, അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഉപയോഗിച്ചാൽ മതിയാവും. ദാറ്റ് മീൻസ് ഒരു മാസത്തിലാകെ 4 ഇഞ്ചക്ഷൻസേ ചെയ്യേണ്ട ആവശ്യം. സാധാരണ ഇൻസുലിൻ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിന് വേറെ സഹായം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ഇൻസുലിൻ അടിക്കുന്ന പോലെ തന്നെ ചെയ്യുന്ന ഒരു ഇഞ്ചക്റ്റബിൾസ് ആണ്. അപ്പം ഇങ്ങനെ അതുകൊണ്ട് അത് പ്രീ ഇവാലുവേഷൻ ചെയ്ത് ആ കാറ്റഗറിനെ കണ്ടെത്തി. അതുപോലെ അമിതവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചില പേഷ്യൻസ് എല്ലാം നമ്മൾ ക്ലിനിക്കിൽ നിങ്ങളെ ശ്രദ്ധിച്ച് കാണും, ഡോക്ടറെ എനിക്ക് വെയിറ്റ് കൂടുതലാണ്, അതുകൊണ്ട് എനിക്ക് ആ മരുന്ന് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്ന ആൾക്കാർ. അല്ല, നമ്മൾ വെയിറ്റും ഹൈറ്റും നോക്കി നമ്മൾ BMI നോക്കണം. BMI ഇപ്പോൾ ആവറേജ് നമ്മൾ പറയുന്ന BMI 25 ആണ്. 25-ന് മേലെ അല്ലെങ്കിൽ 28-ന് മേലെ ഉണ്ടെങ്കിലേ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് ചിലപ്പം തന്നെ 75 കിലോ ഉണ്ടാവും, പക്ഷേ ഹൈറ്റും അതിനനുസരിച്ച് ഉണ്ടാവും. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓവർ വെയിറ്റ് അല്ല, അനാവശ്യമായിട്ട് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ കാറ്റഗറൈസ് ചെയ്തിട്ട് ഇൻഡിവിജ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഡോക്ടർ നിർദ്ദേശപ്രകാരം മാത്രം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു മെഡിസിനാണ് ഈ ആൻറ്റി ഒബേസിറ്റി മെഡിസിൻസ് എന്നത്. അപ്പോൾ സാറ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് ഈ മെഡിസിൻസ് വളരെ യൂസ്ഫുള്ളാണ് വെയിറ്റ് ലോസിന്. അപ്പം ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവുമോ? അതുപോലെ എത്ര കാലം നമുക്കിത് യൂസ് ചെയ്യേണ്ടി വരും മെഡിസിൻ? ഈ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം ലൈക്ക് ഈ ടെർസെപ്റ്റൈഡായാലും സിമാഗ്ലൂട്ടായാലും അതിൻ്റെ എഫക്റ്റ് തന്നെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. എന്താണ് അതിൻ്റെ എഫക്റ്റ്? നമ്മുടെ വിശപ്പ് കുറക്കുന്നു, അതുപോലെ എന്തെങ്കിലും വയറിന് ഗ്യാസ്ട്രിക് എംപ്റ്റിങ്, വയറ്റിന് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം അവിടെ തന്നെ നിൽക്കുന്നു, അത് ദഹിക്കാൻ അനുവദിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ സൈഡ് എഫക്റ്റും. അതായത് വേറെ നിന്നാണ് ഒരു വയറ് സ്തംഭനം ഉണ്ടാകുന്നു, വയറിനൊരു ഒരു വീർത്ത പോലെ സ്തംഭിച്ച്, അതായത് അമിതമായി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, വയറ് സ്തംഭിച്ചൊരു അവസ്ഥ ഉണ്ടാകുന്നു. ഇതാണ് മെയിനായിട്ട് നമ്മൾ കാണുന്ന ഒരു എഫക്റ്റ്. സൈഡ് എഫക്റ്റ് തന്നെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു സൈഡ് എഫക്റ്റ്. ഓക്കെ, അതായത് നമ്മളൊരു ഭക്ഷണം, അത് ആക്ച്വലി ഒരു പോസിറ്റീവ് സൈഡിലാണ്. കാരണം അമിതമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇപ്പം നമ്മളെ കുട്ടികളുടെയൊക്കെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ സാധാരണ ഉള്ളൊരു പ്രോബ്ലം എന്താണ്, അതായത് ഒരു സ്നാക്സ് കണ്ടാൽ അതെടുത്ത് കഴിക്കുന്നു, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ വല്ലതും എടുത്ത് കഴിക്കുന്നു, ടിവിയുടെ മുന്നിലിരിക്കുമ്പോൾ എടുത്ത് സ്നാക്സ് കഴിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സ് എന്തെങ്കിലും എടുത്ത് കഴിക്കുന്നു. ഇതുപോലെ എന്ത് ചെയ്യുക, ഭക്ഷണം കൂടുതലായിട്ട് കഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് നമ്മളുടെ ക്വാണ്ടിറ്റി കഴിക്കുമ്പോൾ വയറ് സ്തംഭിക്കാൻ തുടങ്ങും, വയറ് വീർക്കാൻ തുടങ്ങും. അപ്പോൾ അത് കഴിക്കുക, അല്ലെങ്കിൽ ഇനിയും നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിളക്കം വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നമ്മളൊരു പേഷ്യൻറ്റ്, ബാംഗ്ലൂരിൽ നിന്ന് വന്നൊരു പേഷ്യൻറ്റ് പെട്ടെന്നൊരു ദിവസം ഞായറാഴ്ച വിളിച്ച് പറഞ്ഞത്, ഡോക്ടറെ എനിക്ക് ഇന്നലെ ഞാൻ ബാംഗ്ലൂർ വന്ന് കുറേ ദിവസത്തിന് ശേഷം നന്നായി ഒരു ഭക്ഷണം കഴിച്ചതാണ്, ഒരു രാത്രി മുതലേ വയറ്റിളക്കാണ്, നിൽക്കുന്നില്ല, എന്താ ചെയ്യുന്നത്, എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. കാരണം അത് ആക്ച്വലി ഒരു സൈഡ് എഫക്റ്റ് ആണെങ്കിലും ആക്ച്വലി നമ്മൾ ആ ഒരു കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ടെൻഡൻസിനെ അത് തടയുകയാണ് ചെയ്യുന്നത്. അത് ആ സെൻസിൽ എടുക്കണം ആ സൈഡ് എഫക്റ്റിനാണ്. യൂഷ്വലി നമ്മൾ ആ പ്ലഷറബിൾ ഈറ്റിംഗ് കുറച്ച് കിട്ടും, മനസ്സിലായി, അതാണ് ഒരു സൈഡ് എഫക്റ്റ്. പിന്നെ പെട്ടെന്നുള്ള വെയിറ്റ് കുറവിൽ കാണും, അത് റയറായിട്ട്, വളരെ റയറായിട്ട് പാൻക്രിയാറ്റൈറ്റിസ്, അതുപോലെ കോൾസ്ട്രോൺ, പിത്താശയ കല്ലൊക്കെ റിപ്പോർട്ട്, അതൊക്കെ വളരെ 10,000-1 അല്ലെങ്കിൽ 20,000-1 എന്ന് പറഞ്ഞ പോലുള്ള കേസാണ്. അപ്പം ഇൻ എഫക്റ്റ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് തന്നെ ഒരാളും തന്നെ ഈ സൈഡ് എഫക്റ്റായിട്ട് ആരും വന്നിട്ടില്ല. മാത്രമല്ല ഈ ഒരു ദഹനത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും അവരതിൽ ഹാപ്പിയാണ്, കാരണം അവരെ വെയിറ്റ് കുറയുന്നുണ്ട്, അവർക്കത് ബുദ്ധിമുട്ടില്ല. നമ്മൾ തന്നെ പലപ്പോഴും അത് വല്ല ഗ്യാസിൻ്റെ ഗുളിയും വേണോ, ദഹനത്തിൻ്റെ ഗുളിയും വേണോ എന്ന് വെച്ചാൽ വേണ്ട ഡോക്ടറെ എന്ന് പറയുന്നൊരവസ്ഥയാണ്. അത് കഴിയൊന്നും കൊടുക്കാതിരിക്കലിനെന്നല്ല, കാരണം അവരതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവണം. അപ്പം മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു എക്സ്പീരിയൻസ്, ഇത്രയും കാലത്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത്രയും ഇപ്പോൾ ഏതാണ്ട് ഒരു വർഷമായി ഇന്ത്യയിൽ തന്നെ ഈ മോളിക്യൂൾ ഇറങ്ങിയിട്ട്, 5-6 വർഷമായി US-ലും മറ്റും ഉപയോഗിക്കുന്നു. ഒരു എടുത്തു പറയത്തക്ക സൈഡ് എഫക്ട്സ് ഒന്നും തന്നെ ഇല്ല. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റായി ചോദിച്ച ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്, എത്ര കാലം ഉപയോഗിക്കേണ്ടി വരും? അതൊരു ക്വസ്റ്റ്യനാണ്. കാരണം അതെല്ലാ കാര്യത്തിലുള്ള പോലെ തന്നെ നമ്മളിപ്പോൾ ഡയറ്റും എക്സസൈസും എന്ന് നിർത്തുന്നോ അമിതവണ്ണം വെക്കും, വെയിറ്റ് വെക്കും. അതേപോലെ തന്നെയാണ് ഇതും. നമ്മളുടെ ഈ ആക്ഷനൊക്കെ റിവേർട്ടഡ് ആവും. ഒരു ഇഞ്ചക്റ്റബിൾസ് നിർത്തി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ട്രീറ്റ്മെൻറ്റ് നിർത്തി ഒരു 3-4 മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും ഏറ്റവും കുറഞ്ഞ ഒരു 50% അതിൻ്റെ നമ്മൾ നഷ്ടപ്പെടുത്തിയതിൻ്റെ അല്ലെങ്കിൽ കുറച്ചെടുത്തതിൻ്റെ ഒരു 50% വെയിറ്റെങ്കിലും വീണ്ടും വരാൻ തുടങ്ങും. അപ്പോൾ ഇതിന് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മളെ സ്റ്റഡീസ് ഒരു ലോങ് ടേം അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് ലോങ് എന്നുള്ള ഒരു, നമ്മളിപ്പം ഡയബറ്റീസ് പേഷ്യൻറ്റിന് ഇൻസുലിൻ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് എടുക്കുന്നവരെ ലൈഫ് ലോങ് ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇനി അതിൻ്റെ സ്റ്റഡീസ് വരേണ്ടതുണ്ട്, എത്ര വർഷം ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളത്, അല്ലെങ്കിൽ അത് ടാപ്പർ ചെയ്തിട്ട് നിർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് സ്റ്റഡീസ് ഇല്ല. ബട്ട് ആസ് ഓഫ് നൗ നമുക്കറിയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അത് ഉപയോഗിക്കേണ്ടി വരും എന്നുള്ളതാണ്. ബട്ട് നമുക്ക് ഒരു 20-25 വെയിറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മുടെ ബാക്കി എല്ലാ അസുഖത്തിലുള്ള മെഡിസിൻസും നമുക്ക് കുറക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ നമ്മളിപ്പം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ അമിതഭാരം എന്നത് നമ്മുടെ ഒരു കോസ്മെറ്റിക് പ്രശ്നം മാത്രമല്ല, അപ്പിയറൻസിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല, അതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു രോഗാവസ്ഥ തന്നെയാണ്. ഇതിന് നമുക്കിപ്പം സൈലൻറ്റ് എപ്പിഡമിക് അല്ലെങ്കിൽ നിശബ്ദ മഹാമാരി എന്ന് വിളിക്കേണ്ടി വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രമേഹത്തെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ പ്രമേഹത്തിൻ്റെ തലസ്ഥാനം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയധികം ആളുകളിൽ പ്രമേഹം ഇന്ന് കേരളത്തിലുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണം അമിതഭാരം തന്നെയാണ്. അപ്പോൾ ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് അമിതഭാരത്തെ പ്രതിരോധിക്കാൻ മാത്രമല്ല ചികിത്സിച്ച് മാറ്റാനും മരുന്ന് അവൈലബിൾ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ആൻഡ് താങ്ക് യു.